എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാൻ ഒസംപിക്കിനെ കുറിച്ച് പറഞ്ഞത് ഒരുപാട് റെസ്പോൺസ് എനിക്ക് കിട്ടി, പേഴ്സണലായിട്ടും വാട്സാപ്പിലും കൂടെയൊക്കെ. ഈ ഒസംപിക്കിന് ഒരു ഒരു കോൺട്രവേഴ്സിയൽ മെഡിസിൻ ആണ്. അതിന് പല പേരിൽ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന മരുന്നുകൾ ഇറങ്ങിയിട്ടുണ്ട്. US-ലൊക്കെ ഡയബറ്റീസിന് ഇവിടെ ഉണ്ടായിരിക്കാം. അത് പ്രധാനമായിട്ട് ഏറ്റവും അധികം ആളുകൾ ആഗ്രഹിക്കുന്നത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിൻ ആയിട്ടാണ്. എക്സ്ട്രീം ഒബീസിറ്റി ഉള്ളവർക്കും, മോർബിഡ് ഒബീസിറ്റി വല്ലാത്ത വണ്ണമായിട്ടുള്ളവർക്കും, ഈ വണ്ണം കാരണം കൺസീവ് ചെയ്യാനൊന്നും വയ്യാതെ ആയിട്ടുള്ളവർക്കും ഒക്കെ ഈ മരുന്ന് ഈ വണ്ണം കുറച്ച് ഈ കൺസെപ്ഷനൊക്കെ നടക്കുന്ന രീതിയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതായിട്ട് എന്നോട് ചിലർ പറഞ്ഞു. അപ്പൊ ഈ മരുന്ന് നമുക്കറിയാമല്ലോ, നമ്മളുടെ ഹങ്കറിനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കഴിക്കണം എന്നുള്ള ആഗ്രഹമേ ഇല്ലാതെയാകുന്നു. ഞാൻ ഈ വീഡിയോയുടെ കീഴെ കുറെ ലിങ്ക്സ് തരാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അതിന്റെ സൈഡ് ഇഫക്ട്സിനെ കുറിച്ചും മറ്റും നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത് നിങ്ങൾക്ക് ഇവിടെ അധികം പ്രചാരത്തിലില്ല. പല ഡോക്ടേഴ്സിനും ഇതിന് അഗൻസ്റ്റ് ആയിട്ടുള്ളവരാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മരുന്നിനെ കുറിച്ച് ഞാൻ പറയാൻ വന്നതിന്റെ പ്രധാന കാരണം, ഇത് നമ്മൾക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാനും വെയിറ്റ് കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്ന ഒരു മരുന്നാണ് എന്നുള്ളതിന് ഉപരിയായിട്ട് നമ്മളുടെ ഭക്ഷണക്രമത്തിലൂടെ ഈ നമ്മളുടെ ഇൻക്രെറ്റിൻസിനെ നമ്മൾക്ക് കൂടുതലായിട്ട് റേസ് ചെയ്യാം, കൂടുതലായിട്ട് ഇൻക്രെറ്റിൻ ജനറേഷൻ കൂട്ടാം എന്നുള്ള ഒരു അറിവാണ് ഞാനിത് പറയാനായിട്ട് കാരണം, ഈ ഒസംപിക്കിനെ കുറിച്ച് പറയാനായിട്ട് കാരണം. ഒസംപിക് വളരെ സക്സസ്ഫുൾ ആയിട്ട് വെയിറ്റ് ലോസും ഡയബറ്റീസ് കൺട്രോളും, വൺസ് എ വീക്ക് കുത്തിവെച്ച് കഴിഞ്ഞാൽ ഷുഗർ കൺട്രോളും, കാരണം ഒന്നും കഴിക്കത്തുമില്ല. അത് മാത്രമല്ല, ഈ ഹോർമോൺ ബാക്കിയുള്ള കാര്യങ്ങൾ പല ഇൻസുലിന്റെ ജനറേഷൻ കൂട്ടും. ഇത് ഒസംപിക് അല്ല, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആർട്ടിഫിഷ്യൽ കെമിക്കലാണ്. ഇതിന്റെ സൈഡ് ഇഫക്ട്സിന്റെ കാര്യത്തിൽ ആളുകൾക്ക് ലോങ് ടേം സൈഡ് ഇഫക്ട്സ് എന്താണ് എന്നുള്ളതിൽ സംശയമുണ്ട്. കാരണം സാധാരണ ഈ ഇൻക്രെറ്റിൻ GLP-1 എന്നൊക്കെ ഉള്ളത് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് മിനിറ്റുകൾക്കകം അത് ന്യൂട്രലൈസ്ഡ് ആയി പോകുന്നുണ്ട്. എന്നാൽ ഈ സാധനം നമ്മളുടെ ദേഹത്ത് ഒരു ആഴ്ചയോളം നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമോ? ഇതിനെക്കുറിച്ചൊന്നും ഒരു ഉത്തരവും ഇല്ല. ഇത് നിർത്തുമ്പോൾ എന്ത് സംഭവിക്കും? അബ്രപ്റ്റ് ആയിട്ട് നിർത്താമോ? നിർത്തുമ്പോൾ വണ്ണം കൂടുന്നു എന്ന് പറയുന്നവരുണ്ട്. അതൊന്നും നമ്മൾക്ക് അതിനൊന്നും ഉത്തരവില്ല. പക്ഷേ ഈ മരുന്ന് നമ്മളുടെ ശരീരത്തിൽ നല്ലതായിട്ടുള്ള കുറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ കൂടെ നെഗറ്റീവ് ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ നാച്ചുറൽ ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയും, ലൈഫ് സ്റ്റൈൽ, നമ്മളുടെ എക്സസൈസ് ചില മാറ്റങ്ങൾ വരുത്തിയും നമ്മൾക്ക് ഇതേ ഇഫക്റ്റ് കൊണ്ടുവരാമെങ്കിൽ അതല്ലേ നല്ലത്. അപ്പൊ അത് എങ്ങനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞതാണ് ഞാനിപ്പോൾ പറയുന്നത്. എനിക്ക് എന്നും എൻ്റെ ഡയബറ്റീസ് കൺട്രോളിന് ഏറ്റവും ഡയറ്റ് ഡോക്ടർ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അവിടെ നമ്മൾക്ക് രജിസ്റ്റർ ചെയ്യാം. നമുക്ക് പേ ചെയ്ത് അവർ നമ്മളെ ഡയറ്റിലൊക്കെ കൺട്രോൾ ചെയ്ത് എക്സസൈസ് ഒക്കെ പറഞ്ഞ് നമുക്ക് അത് യൂറോപ്പിലുള്ളതാണ്, നമ്മൾക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാം. പിന്നെ ഈ ജേസൺ ഫങ് അങ്ങേരും ഇതുപോലെയൊക്കെയുള്ള ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും അങ്ങേര് പറയുന്ന ഈ ഡോക്ടർ ജേസൺ ഫങ് പറയുന്നത് കേട്ട് അത് ഫോളോ ചെയ്താണ് ഞാൻ മരുന്നൊന്നും ഇല്ലാതെ ഇങ്ങനെ ജീവിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഞാൻ സ്ലിപ്പ് ചെയ്യും, അത് എൻ്റെ തെറ്റ് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ നോളജ് എല്ലാം വളരെ ഫ്രീ ആയിട്ട് വീഡിയോയിൽ കൂടെയും ബുക്കുകളിൽ കൂടെയും പറയാറുണ്ട്. അത് പിന്നെ നമുക്ക് തന്നെത്താനെ ഓരോന്ന് ചെയ്യാൻ പ്രയാസമാണ്. ചിലപ്പോൾ നമുക്ക് ഒരു പ്രോംപ്റ്റിങ്ങും ഒരു സപ്പോർട്ടും വേണം. അങ്ങനെ വേണ്ടവർക്ക് ഈ ഓരോ സ്ഥലത്ത് പോയി ഇത് ചെയ്യാവുന്നത്. പക്ഷെ ഇദ്ദേഹം പറയുന്ന ലോ കാർബ് ഡയറ്റാണ് എനിക്ക് ഏറ്റവും ഇഫക്റ്റ് ഡയബറ്റീസിന് ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹമാണ് ഈ ഒസംപിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒസംപിക് ഇഫക്റ്റ് അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഇൻക്രെറ്റിൻ GLP-1 കൂട്ടാനുള്ള ഒരു ഇഫക്റ്റ്, അത് കൂടുതലായിട്ട് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ വരും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. നമ്മൾ വേഗം നമ്മളുടെ ഭക്ഷണ ട്രാൻസിറ്റ് സ്ലോ ആവും, വയറ് ഡിസ്റ്റൻഡ് ആകും, നമ്മൾക്ക് വയറ് നിറഞ്ഞു എന്ന് തോന്നും, നമ്മുടെ ബ്രെയിനിൽ മെസ്സേജ് കിട്ടും നമ്മൾക്ക് ഇനിയും കഴിക്കേണ്ടതെന്ന്. ഇതൊക്കെയാണ് അത് കൊണ്ടുവരുന്നത്. ആ ഇഫക്ട്സ് കൊണ്ടുവരുന്നത് ഇൻക്രെറ്റിൻ ഹോർമോണായ GLP-1 GIP ഒക്കെയാണ്. അപ്പൊ അത് ഇൻസുലിനും കൂട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഭക്ഷണത്തിൽ കൂടെ എങ്ങനെ ചെയ്യാം? അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ലോ കാർബിന്റെ തന്നെയായിട്ടുള്ള സ്റ്റെപ്പ്, ഇൻക്രീസ് ഫാറ്റ്. ഈറ്റ് ഫാറ്റ്. ഞാൻ ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തെറ്റായിട്ട് പറയാതിരിക്കാൻ.
ഈറ്റ് മോർ ഡയറ്ററി ഫാറ്റ്. അപ്പൊ ഹെൽത്തി ഫാറ്റ്സ് വേണം നമ്മൾ കഴിക്കാൻ. ഈറ്റ് മോർ ഡയറ്ററി ഫാറ്റ്. ചില എക്സ്പെരിമെന്റ്സ് നടത്തിയതിൽ നിന്ന് കണ്ടുപിടിച്ചത് ഫാറ്റ്സ് ഇൻക്രെറ്റിൻസിനെ കാർബ്സ് റേസ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ കുറെ ചോറുണ്ടു, അപ്പൊ നമ്മുടെ ഇൻക്രെറ്റിൻ കൂടത്തില്ല. അത് കാരണം നമ്മൾ ചോറ് ഉണ്ടോണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച ചോറാണ് ഉണ്ണുന്നതെങ്കിൽ നമ്മളുടെ ഇൻക്രെറ്റിൻ ഹോർമോൺസ് കൂടുതലായിട്ട് റേസ് ചെയ്യും. ആ ലിങ്ക്സ് അല്ലെങ്കിൽ ഈ ജേസൺ ഫങ്ങിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ നോക്കിയാൽ എല്ലാ റിസർച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അതിന്റെ താഴെയായിട്ട് നെഗറ്റീവ് ഇഫക്ട്സിനെ കുറിച്ചുള്ളതും പോസ്റ്റ് ചെയ്യാം. ഇൻക്രെറ്റിൻസിന്റെ ഈ ഫുഡ് നമുക്ക് നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നില്ല. കാർബ്സ് വെച്ച് അവർ നോക്കി, കാർബ്സ് സൂപ്പ് ആണ് അവർ കാർബായിട്ട് നോക്കിയത്, ഈ ഫാറ്റിന് എങ്ങനെ ഇഫക്റ്റ് ഉണ്ടാകുമെന്ന്. അതിന്റെ കൂടെ അവർ ബട്ടറിനെ നോക്കിയപ്പോൾ ബട്ടർ ഈ സൂപ്പ് ഇങ്ങനെ റേസ് ചെയ്യുമെങ്കിൽ ബട്ടർ ഇങ്ങനെ റേസ് ചെയ്യും, ഒലിവ് ഓയിൽ ഇങ്ങനെ റേസ് ചെയ്യും. അപ്പോ അതുപോലെ ഇൻക്രെറ്റിൻസിനെ റേസ് ചെയ്യും, ഷുഗറിനെ അല്ല. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഈ ഒലിവ് ഓയിലിന്റെ പിന്നെ ഫാറ്റ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഷുഗർ കൂടുന്നത്, സ്ലോവർ ആകുന്നത്. നമ്മളുടെ ശരീരം ഈ ഫുഡ് ട്രാൻസിറ്റ് ഞാൻ പറഞ്ഞ ഇഫക്ട്സ് എല്ലാം അത് കൊണ്ടുവരും. ഫാറ്റ് ഇൻക്രീസ്, ഈറ്റ് മോർ ഡയറ്ററി ഫാറ്റ്. രണ്ടാമത്തേത്, ഇഫ് യു റീപ്ലേസ് കാർബ്സ് വിത്ത് ഫാറ്റ് there is a decrease in the need for insulin and a higher GLP-1. അപ്പൊ നമ്മള് കഴിക്കുന്ന ചോറിന്റെ കുറെ ഭാഗം ഫാറ്റ് വെച്ച് റീപ്ലേസ് ചെയ്താൽ, നമ്മള് ഒരു കപ്പ് ചോറുണ്ടിടത്ത് ഒരു സ്പൂൺ ഫാറ്റ് മതി അത്ര കാലറി കിട്ടാൻ. അപ്പൊ കാലറി ഇക്വലന്റ് നമ്മൾ ഫാറ്റ് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ബോഡിക്ക് ഇൻസുലിൻ വേണ്ട. നമ്മൾക്ക് കാർബോഹൈഡ്രേറ്റ് പ്രോസസ്സ് ചെയ്യാനാണ് ഇൻസുലിൻ, ഫാറ്റ് പ്രോസസ്സ് ചെയ്യാൻ ഇൻസുലിൻ വേണ്ട, പ്രോട്ടീന് വേണം. അപ്പൊ നമ്മൾ ഇൻസുലിൻ ഇൻസഫിഷ്യൻസി ഉള്ള നമ്മൾക്ക് ഈ ഫാറ്റ് വെച്ചിട്ട് കാർബ് റീപ്ലേസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇൻസുലിന്റെ റിക്വയർമെന്റ് കുറയുകയും പിന്നെ ഫാറ്റ് ആസ് നോർമലി ചെയ്യുന്ന GLP-1 പ്രൊഡക്ഷൻ കൂട്ടുകയും ചെയ്യും. പിന്നെ രണ്ടാമത്തെ മെഷറാണ് ഈറ്റ് മോർ പ്രോട്ടീൻ. പ്രോട്ടീൻ നമ്മൾക്ക് വയറ് നിറഞ്ഞ ഒരു അനുഭവം ഉണ്ടാക്കും. പിന്നെ നമ്മൾക്ക് അറിയാം, നമ്മൾ ഒരു നല്ല വലിയ 2 കഷ്ണം ഒരു ഫുൾ കോഴിയുടെ കാല് തിന്നുകയോ ഒരു കപ്പ് ചോറ് തിന്നുകയോ ചെയ്ത് നോക്കിയാൽ ആ കോഴിയുടെ കാല് നമ്മൾക്ക് കൂടുതലായിട്ട് ഫുൾനെസ് തരും. അപ്പൊ പ്രോട്ടീൻ അതുപോലെ പയർ തിന്നുക, പയർ പുഴുങ്ങി തേങ്ങയൊക്കെ ഇട്ട് നമ്മൾ ഒരു പ്ലേറ്റ് തിന്നാൽ ഒരു പ്ലേറ്റ് ചോറുണ്ടെന്നതിനേക്കാളും നമുക്ക് വയർ നിറഞ്ഞിരിക്കും. പ്രോട്ടീൻ ഗിവ്സ് യസ് മോർ ഫുൾനെസ്. അപ്പൊ ഹയർ പ്രോട്ടീൻ ആയിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ GLP-1 കൂടുകയും ചെയ്യും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പലതരം പ്രോട്ടീൻ പലതരത്തിലാണ് ഈ GLP-നെ അഫക്ട് ചെയ്യുന്നത്. ഏറ്റവും അധികം അഫക്ട് ചെയ്യുന്നത് ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്സ് എന്ന് പറയുന്ന ഡയറി, പാല്, ചീസ്, തൈര് ഇതിലൊക്കെയുള്ള പ്രോട്ടീനാണ് ഏറ്റവും അധികം GLP-1നെ കൂട്ടുന്നത്. പിന്നെ മൂന്നാമത്തേത്, ഇതെല്ലാം ലോ കാർബ് ഡയറ്റിന്റെ ഭാഗത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്, ഈറ്റ് മോർ ഫൈബർ. പക്ഷെ ഈ പാത്വേ എങ്ങനെയാണ് ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇത്രയും സ്പെസിഫിക് ആയിട്ട് അറിയുന്നത് ഇപ്പോഴാണ്. ഫൈബർ റീച്ചസ് ദ കോളം. ഫൈബർ നമുക്കറിയാം ദഹിക്കുന്നില്ല, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ദഹിക്കാതെ നമ്മുടെ വൻകുടലിൽ ചെന്ന് അവിടെ ബാക്ടീരിയ അതിനെ ഫെർമെന്റ് ചെയ്ത് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഉണ്ടാക്കുന്നു. ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഇൻഡയറക്ട്ലി ഇൻക്രീസ് ദ GLP-1. ഇത് ഈ ഫെർമെന്റ് ചെയ്യുന്നത് ആരാ, നമ്മുടെ ഗട്ടിലുള്ള ബാക്ടീരിയയാണ്. ബാക്ടീരിയ അതിനെ ഫെർമെന്റ് ചെയ്യുകയും അത് ഇൻഡയറക്റ്റ് ആയിട്ട് അത് GLP-1 ഇൻക്രീസ് ചെയ്യാൻ കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഫൈബർ ബൾക്ക്, വയറ്റിലുള്ള ഫുഡിന്റെ ബൾക്ക് കൂടുന്നു. ഫൈബർ അത് കുറച്ച് ഭാഗമേ ദഹിക്കുന്നുള്ളൂ, ആ ഫൈബർ ബൾക്ക് കൂടുന്നു. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞ വയർ ഡിസ്റ്റൻറ്റഡ് ആയിട്ടിരിക്കുന്ന, സ്ലോ ആയിട്ട് ട്രാൻസിറ്റ് ചെയ്യുന്നു, അബ്സോർപ്ഷൻ കുറയുന്നു. ഇതെല്ലാം ഈ ഫൈബറിന്റെ ഗുണങ്ങളാണ്. അതിന്റെ കൂടെ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഉണ്ടായി GLP-1 കൂട്ടുകയും ചെയ്യുന്നു. അപ്പൊ നമ്മളിപ്പോ 3 പോയിന്റ് കഴിഞ്ഞു. ഇനി 4ാമത്തെ പോയിന്റ് വളരെ സർപ്രൈസിങ് ഒരു പോയിന്റ് ആണ്, ഈറ്റ് ബിറ്റർ ഫ്രൂട്ട്സ്. പാവയ്ക്ക വെച്ച് അവർ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി. ബിറ്റർ ടേസ്റ്റ് റിസെപ്റ്റേഴ്സ് ഇൻ ദ ടങ്, നമ്മുടെ നാക്കില് ഈ കയ്പ് അനുഭവപ്പെടുന്ന ടേസ്റ്റ് ഉണ്ടാക്കുന്ന റിസെപ്റ്റർ നമ്മൾ ആ കയ്പ് ടേസ്റ്റ് റിസെപ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ പാവയ്ക്ക പോലെയുള്ള ബിറ്റർ ബോർഡാണ് അവർ എക്സ്പെരിമെന്റ് ഉപയോഗിച്ച് പാവയ്ക്ക കഴിക്കുമ്പോൾ
നമ്മളുടെ ഷുഗർ നല്ലതുപോലെ കുറയും, ബ്ലഡ് ഗ്ലൂക്കോസ് രക്തത്തിലുള്ള ഷുഗർ നല്ലതുപോലെ കുറയുകയും അതിനോടൊപ്പം തന്നെ GLP-1 കൂടുകയും ചെയ്യുന്നു. ഇതെല്ലാം ഓസെംപിക്കും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ഓസെംപിക് എന്ന് പറഞ്ഞ മരുന്നുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഫാറ്റ് ഇൻക്രീസ് ചെയ്തും പ്രോട്ടീൻ ഇൻക്രീസ് ചെയ്തും ഫൈബർ ഇൻക്രീസ് ചെയ്തും പാവയ്ക്ക പോലെയുള്ള കയ്പുള്ള നമുക്ക് കയ്പുള്ള ഭക്ഷണങ്ങളുണ്ട്, ഉലുവ കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അടുത്തത് കുർക്കുമിനാണ്. അതായത് 5ാമത്തെ പോയിന്റ്, നമ്മൾ മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ കഴിക്കുമ്പോൾ അതിനും ഓസെംപിക്കിന്റെ പോലെയുള്ള ഒരു ഇഫക്റ്റ് ഉണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ GLP കൂട്ടുകയും ബാക്കിയുള്ള GLP-1 ടെൽസ് us വെൻ നമ്മൾ എപ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് നിർത്തുന്നതെന്നൊക്കെ ഈ GLP-1 കൂടുമ്പോഴാണ് നമ്മൾക്ക് അധികം കഴിക്കാൻ തോന്നാതെ വരുന്നത്. അപ്പൊ അത് ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾക്ക് ഈ ഓസെംപിക് നമുക്ക് വെയിറ്റ് ലോസിനും ഡയബറ്റിസ് കൺട്രോളിനും കാരണമാകുന്നത്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വിശപ്പില്ല, നമുക്ക് ഭക്ഷണം കഴിക്കണ്ട, പിന്നെ കൂടുതലായിട്ട് കഴിച്ചാൽ നമ്മൾ ഛർദ്ദിക്കും. അതിന്റെ ഒരു ഇഫക്റ്റാണ്, സൈഡ് ഇഫക്റ്റ് എന്ന് പറയാൻ ഒക്കത്തില്ല. അത് നമ്മുടെ ബ്രെയിനിൽ ചെന്നിട്ട് ചില ഭാഗങ്ങളിൽ ഈ ഫുൾനെസ് കൂടുമ്പോൾ നമുക്ക് ഛർദ്ദിൽ വരും. അത് ഗ്രാജുവലി ചേഞ്ച് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഗ്രാജുവലി കഴിക്കുന്നതും കുറഞ്ഞു വരും. അപ്പൊ ഈ ഇഫക്ട്സ് എല്ലാം നമ്മൾക്ക് ഭക്ഷണത്തിൽ കൂടെയും കൊണ്ടുവരാം. ഇതുവരെ നമുക്ക് അത്ര ക്ലിയർ അല്ലാത്ത സൈഡ് ഇഫക്ട്സിനെ കുറിച്ച് ബോധ്യമില്ലാത്ത മരുന്ന് കഴിക്കുന്നതിന് പകരം നമ്മളുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഡയറ്ററി ഫാറ്റ് ഉൾപ്പെടുത്തുക. വെളിച്ചെണ്ണ, നെയ്യ്, വെണ്ണ, ഒലിവ് ഓയിൽ. ഇതിൽ ഒലിവ് ഓയിലാണ് ഏറ്റവും നല്ലത്, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഒലിവ് ഓയിൽ. അപ്പൊ ഈ ഓയിൽസ് നമ്മളെ ഭക്ഷണത്തിൽ വാരിക്കോരി ചേർക്കാതെ അല്പം ഒരു സാലഡ് വിത്ത് ഒലിവ് ഓയിൽ ഡ്രസ്സിങ് വെച്ച് ഒരു സാലഡ് കഴിക്കുക. നമ്മളുടെ ഭക്ഷണത്തിന്റെ മുമ്പ് കഴിക്കുക അല്ലെങ്കിൽ കൂടെയെങ്കിലും കഴിക്കുക. അപ്പോൾ നമ്മൾക്ക് ഫൈബറും കിട്ടും, ഫാറ്റും കിട്ടും. ആ സാലഡിനകത്ത് നമ്മൾ അല്പം എന്തെങ്കിലും പ്രോട്ടീൻ ആഡ് ചെയ്യുക. നമ്മൾ സ്പ്രൗട്ട്സ് ആഡ് ചെയ്യുക. സ്പ്രൗട്ട്സിൽ പ്രോട്ടീൻ കുറവാണ്. സാലഡ് സ്പ്രൗട്ട്സ് ഉള്ളതോ കടലയുള്ളതോ പയറുള്ളതോ അല്ലെങ്കിൽ ചിക്കൻ നഗറ്റ്സ്, ചിക്കൻ പീസസ് ഉള്ളതോ ഒക്കെ, ചിക്കൻ ബ്രസ്റ്റ് ഒക്കെ ഉള്ള ഒരു സാലഡ് കഴിച്ചാൽ നമുക്ക് പ്രോട്ടീനുമായി, നമുക്ക് ഫാറ്റുമായി, നമുക്ക് ഫൈബറുമായി. പിന്നെ നമ്മൾ മഞ്ഞള്, അതിനകത്ത് പാവയ്ക്ക ഇടാമെങ്കിൽ കയ്പുമായി. പിന്നെ മഞ്ഞൾ പോലെയുള്ള സാധനങ്ങൾ ചേർത്താൽ നമ്മൾക്ക് ബാക്കിയുള്ള ഗുണങ്ങളും ആയി. പിന്നെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, പ്രോട്ടീൻസ് എല്ലാം ഒരുപോലെയല്ല. ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്സ് കൂടിയ പാലിൽ നിന്നുള്ള പ്രോട്ടീൻസിന് കൂടുതലായിട്ട് GLP-1 റേസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സാലഡിനകത്ത് നമുക്ക് പനീർ ഒലിവ് ഓയിൽ വഴട്ടിയൊക്കെ ഇടാം. അപ്പൊ ഇങ്ങനെയുള്ള പല പല മെത്തഡ്സ് നമുക്ക് ഈ ഒസെംപിക് കഴിക്കാതെ തന്നെ വണ്ണം കുറയ്ക്കുവാനായിട്ട് ഉപയോഗിക്കാം. അതിനോട് കൂടെ തന്നെ നമുക്ക് എക്സസൈസും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മസിൽ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് പ്രോട്ടീൻ വേണം. എക്സസൈസ് നമുക്ക് പ്രോട്ടീനും വേണം, എക്സസൈസും വേണം. ഇല്ലെങ്കിൽ മസിൽ ലോസ് കൊണ്ട് നമ്മുടെ ബേസിക് മെറ്റബോളിക് റേറ്റ് താഴ്ന്നു വരികയും നമുക്ക് ഈ ചെയ്യുന്നതിനെ എല്ലാം അത് ഓഫ്സെറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ എക്സസൈസും ഡയറ്റ് എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ഡയറ്റിൽ ആഡ് ചെയ്യണം എന്നും ഞാൻ പറഞ്ഞു. ആ രീതിയിൽ ആഡ് ചെയ്താൽ നമ്മൾക്ക് ഈ ഓസെംപിക് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾക്ക് ഡയബറ്റിസിനെ കൺട്രോൾ ചെയ്യാം. പിന്നീട് നമ്മുടെ നാച്ചുറലായിട്ട് ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. പല ആളുകളും എന്നോട് പല കാര്യങ്ങൾ പറഞ്ഞു ഇതിന്റെ ഇടയ്ക്ക്. ആ ആളുകളെയൊക്കെ ഞാൻ ക്ഷണിച്ചു നോക്കാം. അവരുടെ സൂം വഴി അവരുടെ എക്സ്പീരിയൻസ്, ഡയബറ്റിസ് കൺട്രോൾ എക്സ്പീരിയൻസസ് പറയുമെങ്കിൽ അവരെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാം. ഞാൻ അവരോട് ചോദിക്കട്ടെ. ഇത് സത്യം പറഞ്ഞാൽ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് ഒന്നുമല്ല. പല ആളുകൾക്കും ഓരോരുത്തർ അവർ നടന്ന വഴികൾ പറയുമ്പോൾ എല്ലാവർക്കും ഒരേ വഴി സൂട്ടബിൾ അല്ല. അതുകൊണ്ടാണ് പല റിലീജിയൻ ഉള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബാംഗ്ലൂരിലുള്ള ഒരാൾക്ക് ബാംഗ്ലൂർ വിധാൻ സൗദയിൽ പോകണമെങ്കിൽ ഒരു റൂട്ട്, ഡൽഹിയിലുള്ള ഒരാൾക്ക് വേറൊരു റൂട്ട്, കേരളത്തിലുള്ള ഒരാൾക്ക് വേറൊരു റൂട്ട്. എല്ലാവരും അവസാനം എൻ്റെ ഒരേ പാതയിലെത്തും. എന്നിട്ട് നമ്മൾ ഒരേ ഗേറ്റ് കിടക്കും. അതുപോലെ തന്നെയാണ് ഈ ഡയറ്റും നമ്മളൊക്കെ തന്നെത്താനെ ഉള്ള ശ്രമങ്ങളും. നമ്മൾ നിൽക്കുന്ന ഇടത്തു നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. അപ്പൊ പല തരത്തിലുള്ള അപ്രോച്ചസ് ആണ് നമ്മൾക്ക് സൂട്ടബിൾ ആകുന്നത്. ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കാം. അപ്പൊ പല ആളുകളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ, എൻ്റെ മാത്രമല്ലാതെ പല ആളുകളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ
പല ആളുകൾക്കും അതുകൊണ്ട് ഗുണമുണ്ടാകും. അപ്പോൾ ഞാൻ നോക്കട്ടെ, വല്ലവരുമൊക്കെ അവര് സൂം വഴി നമ്മൾക്ക് ഷാരോണിന്റെ പോലെ ഇന്ററാക്ട് ചെയ്ത് അവരുടെ കഥകൾ അവർക്ക് പറയാൻ സാധിക്കും. അത് അവർക്ക് താല്പര്യമുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ. അങ്ങനെ വല്ലവരും അഗ്രി ചെയ്യുകയാണെങ്കിൽ അതും ഞാൻ കൊണ്ടുവരാം. പിന്നെ പ്രോട്ടീനെ കുറിച്ച് അല്പം കൂടെ പറയാനുണ്ട്, അത് ഞാൻ പുറകെ പറയാം. അല്ലെങ്കിൽ ഈ വീഡിയോ വളരെ ലോങ് ആയി പോകും. നിങ്ങൾക്ക് ഇത് ഉപകാരമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ട്രൈ ടു കമന്റ് so that I know what is happening with you all. നന്ദി, നമസ്കാരം.